അനന്തമായ ഈ പ്രപഞ്ചത്തിൽ തിളങ്ങി നിൽക്കുന്ന കോടിക്കണക്കിന് നക്ഷത്രങ്ങളെ വലംബിച്ചുകൊണ്ടിരിക്കുന്ന കോടാനുകോടി ഗ്രഹങ്ങളിൽ ഭൂമിയിലേതുപോലെ തന്നെ ജലവും മണ്ണും പച്ചപ്പും ജീവവായുവും എല്ലാമുള്ള വാസയോഗ്യമായ മറ്റേതെങ്കിലും ലോകങ്ങളുണ്ടാകുമോ? ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണോ എന്ന് അന്വേഷിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങൾ ഏറെയായി. ആകാശഗംഗയിലുള്ള അനേകം നക്ഷത്രങ്ങളെ വലംബിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രഹങ്ങൾക്കിടയിലൂടെ നമ്മൾ ഈ അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. സൗരയൂഥത്തിന് പുറത്ത് ഇതിനോടകം ആയിരക്കണക്കിന് ഗ്രഹങ്ങളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഈ ഗ്രഹങ്ങളിൽ പലതും ഭൂമിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ ചുട്ടുപഴുത്തതും തണുത്തുറഞ്ഞതും ഉപരിതലമില്ലാതെ വാതകവും സമുദ്രവും നിറഞ്ഞു കിടക്കുന്നതുമായ വിചിത്രമായ ഗ്രഹങ്ങളാണ്. ഇവയോടൊപ്പം നമ്മുടെ സൗരയൂഥത്തിൻ്റെ തൊട്ട് സമീപത്തായി മറഞ്ഞു കിടന്നിരുന്ന മറ്റൊരു ഗ്രഹത്തെയും കണ്ടെത്തി. ആ ഗ്രഹം ഈ പറഞ്ഞ പോലെ ഒരു വിചിത്ര ഗ്രഹമല്ല, നമ്മുടെ ഭൂമിയെപ്പോലെ തന്നെയുള്ള മറ്റൊരു ഭൂമിയാണ്. ടീഗാർഡൻ ബി. ഭൂമി ജലവും മണ്ണും പച്ചപ്പും ജീവവായുവും എല്ലാമുള്ള വാസയോഗ്യമായ സ്വർഗസമാനമായ ലോകമാണ് നമ്മുടെ ഭൂമി. സൗരയൂഥത്തിലെ മറ്റൊരു ഗ്രഹത്തിലും ഈ സവിശേഷതകളൊന്നും നമുക്ക് കാണുവാൻ സാധിക്കില്ല. ഇതെല്ലാം നമ്മുടെ ഭൂമിയിൽ മാത്രമേ ഉള്ളൂ. ഇത്രത്തോളം സവിശേഷതകൾ ഭൂമിയിൽ മാത്രം വന്നു ചേർന്നത് എങ്ങനെയായിരിക്കും? സൂര്യനിൽ നിന്നുമുള്ള അകലത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ഭൂമി നിലനിൽക്കുന്നത് ഒരുപാട് പ്രത്യേകതകൾ നിറഞ്ഞ ഒരു പ്രദേശത്താണ്. വാസയോഗ്യമായ മേഖല അഥവാ ഹാബിറ്റബിൾ സോൺ. ഒരു ഗ്രഹം വാസയോഗ്യമാകുന്നതിന് ആ ഗ്രഹത്തിലെ താപനില വളരെ പ്രധാനമായ പങ്കുവഹിക്കുന്നുണ്ട്. ഗ്രഹങ്ങൾ തങ്ങളുടെ മാതൃനക്ഷത്രത്തിൻ്റെ തൊട്ട് സമീപത്തുകൂടെയാണ് നക്ഷത്രത്തെ വലം വയ്ക്കുന്നത് എങ്കിൽ ആ നക്ഷത്രത്തിൽ നിന്നുമുള്ള തീവ്രമായ ചൂടേറ്റ് ഗ്രഹം ചുട്ടുപഴുത്ത അവസ്ഥയിലായിരിക്കും. ഇത്തരം ഗ്രഹങ്ങളിൽ ജലത്തിനൊരിക്കലും ദ്രാവക രൂപത്തിൽ നിലനിൽക്കുവാൻ സാധ്യമല്ല. ആ ഗ്രഹങ്ങളിലെ ജലം നീരാവിയായി വാതക രൂപത്തിലായിരിക്കും. മാതൃനക്ഷത്രത്തിൽ നിന്നും ഒരുപാട് അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളിൽ നക്ഷത്രങ്ങളിൽ നിന്നും അത്യാവശ്യത്തിനുള്ള ചൂടോ പ്രകാശമോ ഒന്നും ലഭിക്കുകയില്ല. അതുകൊണ്ട് തന്നെ ഗ്രഹത്തിലെ താപനില ഒരുപാട് കുറവായിരിക്കും. ജലത്തിന് ദ്രാവക രൂപത്തിൽ നിലനിൽക്കുവാൻ സാധ്യമായിരിക്കുകയില്ല. അത്തരം ഗ്രഹങ്ങളിലെ ജലം എപ്പോഴും തണുത്തുറഞ്ഞ് ഖരാവസ്ഥയിലായിരിക്കും നിലകൊള്ളുന്നത്. എന്നാൽ നക്ഷത്രത്തിൻ്റെ തൊട്ട് സമീപത്തോ അധികം അകലത്തിലോ അല്ലാതെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളിൽ ജലത്തിന് ദ്രാവക രൂപത്തിൽ നിലകൊള്ളാൻ സാധിക്കും. ആ പ്രദേശങ്ങളിൽ വളരെ മിതമായ താപനിലയായിരിക്കും അനുഭവപ്പെടുക. ഈ പ്രദേശത്തെയാണ് ഹാബിറ്റബിൾ സോൺ അഥവാ വാസയോഗ്യമായ മേഖല എന്ന് പറയുന്നത്. നമ്മുടെ ഭൂമി നിലകൊള്ളുന്നത് മാതൃനക്ഷത്രമായ സൂര്യൻ്റെ വാസയോഗ്യമായ മേഖലയിലാണ്. ഭൂമിയിലെ ജലം ദ്രാവക രൂപത്തിൽ നിലകൊള്ളുന്നതിനുള്ള കാരണം ഇതാണ്. നമ്മുടെ സൗരയൂഥത്തിൽ ഖരഭാഗമുള്ള ഗ്രഹങ്ങൾ അഥവാ റോക്കി പ്ലാനറ്റുകൾ, ഖരഭാഗമില്ലാതെ വാതകം നിറഞ്ഞു കിടക്കുന്ന ഭീമൻ ഗ്രഹങ്ങൾ അഥവാ ഗ്യാസ് ജെയിൻ്റ് ഗ്രഹങ്ങൾ, തണുത്തുറഞ്ഞ് ഐസ് കട്ടയായി മാറിയ ഗ്രഹങ്ങൾ അഥവാ ഐസ് പ്ലാനറ്റുകൾ, ഇങ്ങനെ 3 തരത്തിലുള്ള വ്യത്യസ്ത ഗ്രഹങ്ങളാണുള്ളത്. ബുധൻ, ശുക്രൻ, ഭൂമി, ചൊവ്വ. സൗരയൂഥത്തിലെ ഈ 4 ഗ്രഹങ്ങളും ഖരഭാഗമുള്ള റോക്കി പ്ലാനറ്റുകളാണ്. ഒരു റോക്കി പ്ലാനറ്റായ നമ്മുടെ ഭൂമിയിൽ നല്ല ഒരു അന്തരീക്ഷവും ചുറ്റിലും ശക്തമായ കാന്തിക മണ്ഡലവും ഉള്ളതുകൊണ്ടാണ് ഇന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്ന ഈ സവിശേഷതകളെല്ലാം വന്നു ചേർന്നത്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് സമുദ്രങ്ങൾക്കുള്ളിൽ ഉത്ഭവിച്ച ജീവൻ പരിണമിച്ച് ഇന്നത്തെ ഈ അവസ്ഥയിലായി മാറിയതും ഇതെല്ലാം ഉള്ളതുകൊണ്ടാണ്. പ്രപഞ്ചത്തിലെ എല്ലാ നക്ഷത്രങ്ങൾക്ക് ചുറ്റിലും ഇതുപോലെ വാസയോഗ്യമായ മേഖലകളുണ്ട്. ഈ ഹാബിറ്റബിൾ സോണിൽ നിന്നുകൊണ്ട് നക്ഷത്രത്തെ വലം വെച്ചുകൊണ്ടിരിക്കുന്ന ധാരാളം ഗ്രഹങ്ങളുമുണ്ട്. അതായത് 40,000 കോടി നക്ഷത്രങ്ങളെങ്കിലുമുള്ള നമ്മുടെ ആകാശഗംഗയ്ക്കുള്ളിൽ മാത്രം കോടാനുകോടി ഭൂമികളുണ്ടാകും എന്നല്ലേ അർത്ഥം? നക്ഷത്രത്തിൽ നിന്നും കൃത്യമായ ദൂരത്തിൽ ഹാബിറ്റബിൾ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നതും ജലം ദ്രാവക രൂപത്തിൽ നിലകൊള്ളുന്നതും ഭൂമിയുടേതുപോലെ തന്നെ കട്ടിയുള്ള നല്ല അന്തരീക്ഷമുള്ളതുമായ ധാരാളം ഗ്രഹങ്ങളെ ഇതിനോടകം നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ അവയിൽ ജീവൻ്റെ സാന്നിധ്യം നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടേയില്ല. ഈ സാഹചര്യങ്ങളെല്ലാം ഉള്ളതുകൊണ്ടാണ് നമ്മുടെ ഭൂമിയിൽ ജീവൻ നിലനിൽക്കുന്നത് എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ ഇതേ സാഹചര്യമുള്ള മറ്റൊരു ഗ്രഹത്തിൽ ജീവൻ നിലനിൽക്കണമെന്നില്ല. എന്നാൽ ഭൂമിയിൽ നിന്നും തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ഗ്രഹത്തിൽ ജീവൻ നിലനിൽക്കാനുള്ള സാധ്യതയുമുണ്ട്. എങ്കിൽ എങ്ങനെയായിരിക്കും ഒരു ഗ്രഹത്തെ ഭൂമിക്ക് സമാനമായ ഗ്രഹമാണെന്ന് പറയുന്നത്? ഒരു അന്യഗ്രഹത്തെ നമ്മുടെ ഭൂമിക്ക് സമാനമായ ഗ്രഹമാണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കുന്നത്
ഒരുപാട് മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ള ഒരു പ്രത്യേക സ്കെയിൽ ഉപയോഗിച്ചാണ്. എർത്ത് സിമിലാരിറ്റി ഇൻഡെക്സ് അഥവാ ESI. എന്താണ് ESI എന്ന് വളരെ വിശദമായി ഇതിനു മുൻപ് പല വീഡിയോകളിലായി നമ്മൾ സംസാരിച്ചിട്ടുള്ളതാണ്. കണ്ടിട്ടില്ലാത്തവർക്കായി ചുരുക്കി പറയാം. ഗ്രഹത്തിൻ്റെ വലിപ്പം, സാന്ദ്രത, ഉപരിതല താപനില, നക്ഷത്രത്തിൽ നിന്നും ഗ്രഹം സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തേക്കുള്ള അകലം, നക്ഷത്രത്തിൽ നിന്നും ഗ്രഹത്തിന് ലഭിക്കുന്ന ഊർജം, ഇതിൻ്റെ എല്ലാം അടിസ്ഥാനത്തിൽ ഒരു അന്യഗ്രഹത്തെ ഭൂമിയുമായി താരതമ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന അളവാണ് ESI. 0 മുതൽ 1 വരെയാണ് ഈ സ്കെയിലിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 0.7 മുകളിൽ ESI ഉള്ള ഗ്രഹങ്ങളാണ് നമ്മുടെ ഭൂമിയുമായി ഏറ്റവും കൂടുതൽ സാമ്യമുള്ളവ. ഇതുപോലെ ധാരാളം പഠനങ്ങൾ നടത്തി ഭൂമിയുമായി ഒരുപാട് സാമ്യമുള്ള മറ്റൊരു ഭൂമി എന്ന് വിളിക്കുവാൻ സാധിക്കുന്ന ഒരു ഗ്രഹത്തെ സൗരയൂഥത്തിൻ്റെ സമീപത്തു നിന്ന് തന്നെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. ഭൂമിയിൽ നിന്നും വെറും 12 പ്രകാശവർഷങ്ങൾ മാത്രം അകലെ സ്ഥിതി ചെയ്യുന്ന ഒരു ചെറിയ ചുവന്ന കുള്ളൻ അഥവാ റെഡ് ഡ്വാർഫ് നക്ഷത്രമുണ്ട്. ടീ ഗാർഡൻ എന്നാണ് ആ നക്ഷത്രത്തിന് നൽകിയിരിക്കുന്ന പേര്. ഒരുപാട് വലിപ്പം കുറഞ്ഞ മങ്ങിയ നക്ഷത്രമാണ് ടീ ഗാർഡൻ സ്റ്റാർ. ടീ ഗാർഡൻ സ്റ്റാർ പോലുള്ള ചുവന്ന കുള്ളൻ നക്ഷത്രങ്ങളാണ് നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗയ്ക്കുള്ളിലെ 40,000 കോടി നക്ഷത്രങ്ങളിൽ ഏറ്റവും കൂടുതലും. 2003 കണ്ടെത്തിയ ഈ ചുവന്ന കുള്ളൻ നക്ഷത്രം സൂര്യനേക്കാൾ 1370 മടങ്ങ് മങ്ങിയതാണ്. മാത്രമല്ല ഇതിൻ്റെ വലിപ്പം നമ്മുടെ വ്യാഴത്തേക്കാളും വെറും 5% മാത്രം കൂടുതലേ ഉള്ളൂ. നമുക്കൊരിക്കലും ഈ നക്ഷത്രത്തെ ഭൂമിയിൽ നിന്നുകൊണ്ട് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണുവാൻ സാധിക്കില്ല. 2630 ഡിഗ്രി സെൽഷ്യസ് മാത്രമാണ് ഈ നക്ഷത്രത്തിൻ്റെ ഉപരിതല താപനില. സൂര്യൻ്റെ ഹാബിറ്റബിൾ സോൺ എത്രത്തോളം അകലത്തിലാണെന്നും ആ ഒരു പ്രദേശത്തിൻ്റെ പ്രത്യേകതകൾ എന്തെല്ലാമാണെന്നും നമ്മൾ കണ്ടു കഴിഞ്ഞു. എന്നാൽ ടീ ഗാർഡൻ സ്റ്റാർ പോലുള്ള റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങളുടെ ഹാബിറ്റബിൾ സോൺ നക്ഷത്രത്തിൻ്റെ തൊട്ട് സമീപത്ത് തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. ഈ ഒരു നക്ഷത്രത്തെ കണ്ടെത്തിയ അന്നു മുതൽ നിരന്തരം നക്ഷത്രത്തെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയായിരുന്നു. ഈ നിരീക്ഷണങ്ങളുടെ എല്ലാം ഫലമായി 2019 ഈ നക്ഷത്രത്തിന് ചുറ്റിലുമായി 2 ഗ്രഹങ്ങൾ നക്ഷത്രത്തെ വലം വയ്ക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിച്ചു. ഇവയിൽ ഒരെണ്ണം നക്ഷത്രത്തിൻ്റെ വാസയോഗ്യമായ മേഖലയ്ക്കകത്തും മറ്റൊന്ന് ഹാബിറ്റബിൾ സോണിന് പുറത്തുമാണ് സ്ഥിതി ചെയ്യുന്നത്. ടീ ഗാർഡൻ B എന്നും ടീ ഗാർഡൻ C എന്നുമാണ് ആ ഗ്രഹങ്ങൾക്ക് നൽകിയിരിക്കുന്ന പേരുകൾ. ടീ ഗാർഡൻ സ്റ്റാറിൻ്റെ ഹാബിറ്റബിൾ സോണിന് പുറത്ത് സ്ഥിതി ചെയ്യുന്ന ഗ്രഹമാണ് ടീ ഗാർഡൻ C. നക്ഷത്രത്തിൽ നിന്നും ഏകദേശം 70 ലക്ഷം കിലോമീറ്റർ മാത്രം അകലത്തിലാണ് ഈ ഗ്രഹം നക്ഷത്രത്തെ വലം വയ്ക്കുന്നത്. നമ്മുടെ ഭൂമിയേക്കാളും 11% വലിപ്പം കൂടുതലുള്ള ഈ വലിയ ഗ്രഹം ഒരു തവണ നക്ഷത്രത്തെ വലം വയ്ക്കുന്നത് 12 ദിവസങ്ങൾ കൊണ്ടാണ്. ഈ സൂപ്പർ എർത്ത് ഗ്രഹം ഭൂമിയെപ്പോലെ തന്നെ ഒരു റോക്കി പ്ലാനറ്റ് ആണെന്നാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ടീ ഗാർഡൻ സ്റ്റാറിൽ നിന്നും വളരെ കുറച്ച് പ്രകാശം മാത്രമേ ഗ്രഹത്തിന് ലഭിക്കുന്നുള്ളൂ. നമ്മുടെ ഭൂമിക്ക് സൂര്യനിൽ നിന്നും ലഭിക്കുന്നതിൻ്റെ 63% പ്രകാശം കുറവാണ് ടീ ഗാർഡൻ C എന്ന ഗ്രഹത്തിലേക്ക് ലഭിക്കുന്ന പ്രകാശം. ഇത്രയും പ്രകാശം ലഭിക്കുന്നത് കൊണ്ട് ഈ ഗ്രഹം ഒരു തണുത്തുറഞ്ഞ ലോകമാണ്. -30 ഡിഗ്രി സെൽഷ്യസ് മുതൽ -50 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഈ ഗ്രഹത്തിലെ ഉപരിതല താപനില. തണുത്തുറഞ്ഞ് ഒരു ഐസ് കട്ട പോലുള്ള ഈ ഗ്രഹത്തിൻ്റെ തൊട്ട് മുൻപിലാണ് ടീ ഗാർഡൻ സ്റ്റാറിലെ ഹാബിറ്റബിൾ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമായ ടീ ഗാർഡൻ B നിലകൊള്ളുന്നത്. 2019 ജൂൺ മാസത്തിലാണ് ഈ ഗ്രഹത്തെ ആദ്യമായി നമ്മൾ കണ്ടെത്തുന്നത്. അന്നേ വരെ കണ്ടെത്തിയ അന്യഗ്രഹങ്ങളിൽ വെച്ച് ഏറ്റവും കൂടുതൽ എർത്ത് സിമിലാരിറ്റി ഇൻഡെക്സ് വാല്യൂ ഉള്ള ഗ്രഹമാണ് ടീ ഗാർഡൻ B. ഈ ഗ്രഹത്തിൻ്റെ ESI വാല്യൂ 0.95 ആണ്. അതായത് ടീ ഗാർഡൻ B എന്ന ഗ്രഹം ഭൂമിയുമായി 95% സാമ്യതയുള്ള ഗ്രഹമാണ്. നമുക്കറിയാവുന്നതുപോലെ റെഡ് ഡ്വാർഫ് നക്ഷത്രങ്ങളുടെ ഹാബിറ്റബിൾ മേഖല നക്ഷത്രങ്ങളുടെ തൊട്ട് സമീപത്താണ്. ടീ ഗാർഡൻ B എന്ന ഈ ഗ്രഹം നക്ഷത്രത്തെ വലം വയ്ക്കുന്നതും തൊട്ട് സമീപത്തുകൂടെ തന്നെയാണ്. അതായത് വെറും 37 ലക്ഷം കിലോമീറ്റർ മാത്രം അകലത്തിൽ. ഇത്രത്തോളം ദൂരത്തിലൂടെ നക്ഷത്രത്തെ ഒരു തവണ വലം വയ്ക്കുന്നതിന് ഗ്രഹത്തിന് വേണ്ടി വരിക 4.91 ദിവസങ്ങൾ മാത്രമാണ്. ഈ ഗ്രഹത്തിൻ്റെ വലിപ്പവും മാസവും നമ്മുടെ ഭൂമിയേക്കാൾ ഒരൽപ്പം മാത്രമേ കൂടുതലുള്ളൂ. അതായത് ടീ ഗാർഡൻ B എന്ന ഗ്രഹം നമ്മുടെ ഭൂമിക്ക് സമാനമായൊരു ഗ്രഹമാണെന്ന് പറയാം. ഈ 2 ഗ്രഹങ്ങളും കൃത്യം വൃത്താകൃതിയായ ഓർബിറ്റിലൂടെയാണ് നക്ഷത്രത്തെ വലം വയ്ക്കുന്നത്. ഈ ഗ്രഹവും ടീ ഗാർഡൻ C എന്ന ഗ്രഹത്തെ പോലെ തന്നെ ഒരു റോക്കി പ്ലാനറ്റ് ആകാനാണ് സാധ്യത. നക്ഷത്രത്തിൻ്റെ തൊട്ട് സമീപത്താണ് സ്ഥിതി ചെയ്യുന്നത് എങ്കിലും ഈ നക്ഷത്രം ഒരു റെഡ് ഡ്വാർഫ് ആയതുകൊണ്ട്
ഗ്രഹത്തിൻ്റെ ഉപരിതല താപനില 28 ഡിഗ്രി സെൽഷ്യസ് വരെ മാത്രമേ ഉയരുകയുള്ളൂ. ഈ ഗ്രഹത്തിന് നല്ലൊരു അന്തരീക്ഷം ഉണ്ടാകുവാനും സാധ്യതയുണ്ട്. അതായത് നമ്മുടെ ഭൂമിയുടെ അവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യം. ഈ ഗ്രഹത്തിൻ്റെ ഉപരിതലത്തിൽ ജലം ദ്രാവക രൂപത്തിൽ നിലനിൽക്കുവാൻ സാധിക്കും. ജീവൻ നിലനിൽക്കുവാനും ഏറെ സാധ്യതയുണ്ട്. എന്നാൽ ടീ ഗാർഡൻ ബി എന്ന ഗ്രഹം നക്ഷത്രവുമായി ടൈഡലി ലോക്ക്ഡായ അവസ്ഥയിലാണോ? നക്ഷത്രത്തിൽ നിന്നും വരുന്ന മാരക റേഡിയേഷനുകൾ മൂലം ഗ്രഹത്തിലെ അന്തരീക്ഷം മുഴുവൻ ഇതിനോടകം നശിച്ചു പോയിട്ടുണ്ടോ? അതോ വളരെ കട്ടി കൂടി നമ്മുടെ വീനസിനെ പോലുള്ള അന്തരീക്ഷമാണോ ഈ ഗ്രഹത്തിനുള്ളത് എന്നൊന്നും നമുക്ക് വളരെ വ്യക്തമായി അറിവില്ല. ഇതിനോടകം ഭൂമിയുമായി സമാനതകളുള്ള ധാരാളം ഗ്രഹങ്ങളെ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. എങ്കിലും അവയിലൊന്നും ഇത്രത്തോളം സാമ്യമുള്ള മറ്റൊരു ഗ്രഹവുമില്ല. എന്നാൽ ജീവന്റെ സാന്നിധ്യം ഒരു അന്യഗ്രഹത്തിലും നമുക്ക് കണ്ടെത്താൻ സാധിച്ചിട്ടുമില്ല. അനന്തമായ ഈ പ്രപഞ്ചത്തിൽ നമ്മൾ ഒറ്റയ്ക്കാണോ എന്ന് ഇന്നും അന്വേഷിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അധികം താമസിയാതെ നമുക്കതിൻ്റെ ഉത്തരം കണ്ടെത്താൻ സാധിക്കട്ടെ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടുകൾ കൂടെ ഉണ്ടാകണം. നല്ലൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ കാണാം.